സായന്തനത്തിൽ സന്തോഷവും സങ്കടങ്ങളും പങ്കുവച്ചുകൊണ്ട് ഹൃദ്യമായ ഒരു ദാമ്പത്യം ഈ സ്നേഹഭവനത്തിൽ അവർക്ക് ഉണ്ടാകട്ടെ. സർക്കാർ വൃദ്ധസദനത്തിൽ നിന്നും പുതിയ ജീവിതപാതയിലേക്ക് വിജയരാഘവനും സുലോചനയും. തൃശൂർ രാമവർമ്മപുരം വൃദ്ധസദനത്തിൽ നിന്ന് വിജയരാഘവനും സുലോചനയും ഇനി ഒരുമിച്ചുള്ള യാത്ര ആരംഭിക്കുകയാണ്. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് 79 വയസ്സുള്ള വിജയരാഘവന്റെയും 75 വയസ്സുകാരി സുലോചനയുടെയും വിവാഹം നടന്നത്. ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, മേയർ MK വർഗീസ് എന്നിവർ വിവാഹത്തിന് സാക്ഷ്യം വഹിച്ചു. പേരാമംഗലം സ്വദേശിയായ വിജയരാഘവൻ 2019 ഇരങ്ങാലക്കുട സ്വദേശിയായ സുലോചന 2024 തൃശൂർ ഗവൺമെന്റ് വൃദ്ധസദനത്തിൽ എത്തിയത്. ഇരുവരും ഒരുമിച്ച് ജീവിക്കണമെന്ന ആവശ്യം സാമൂഹിക നീതി വകുപ്പിനെ അറിയിക്കുകയായിരുന്നു. സാമൂഹിക നീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇരുവരും സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം നടത്താൻ സാമൂഹിക നീതി വകുപ്പ് മന്ത്രിയും ഡയറക്ടറുമായ വകുപ്പ് ഉദ്യോഗസ്ഥരും വൃദ്ധസദനം മാനേജ്മെന്റ് കമ്മിറ്റിയും ഒരുക്കങ്ങൾ നടത്തി. ഇതോടെ ഇവരുടെ വിവാഹം നടക്കുകയായിരുന്നു. ജീവിത സായാന്തനത്തിൽ സന്തോഷവും സ്നേഹവും പങ്കുവെച്ചുകൊണ്ട് ഹൃദ്യമായ ഒരു ദാമ്പത്യം ഇരുവർക്കും ഉണ്ടാകട്ടെ എന്നും ഇരുവർക്കും വിവാഹ മംഗള ആശംസകൾ നേർന്നുകൊണ്ട് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പ്രതികരിച്ചു. മാന്യരായ മാതാപിതാക്കളെ, ഇവിടെ ഈ നല്ല മുഹൂർത്തത്തിൽ സന്നിഹിതരായിട്ടുള്ള ഈ സ്ഥാപനത്തിന്റെ അഭ്യുദയകാംക്ഷികളായ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ സ്നേഹഭവനത്തിൽ വളരെ മംഗളകരമായ ഒരു കർമ്മം നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ വിജയരാഘവൻ ചേട്ടനും സുലോചന ചേച്ചിയും ജീവിതത്തിൽ ഇനി കൈകോർത്ത് പിടിച്ച് മുന്നേറാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ വിവാഹ സുദിനത്തിൽ നമുക്ക് ഏവർക്കും ഒന്നിച്ചു നിന്നുകൊണ്ട് അവർക്ക് സ്നേഹാശംസകൾ നേരാം. ജീവിത സായന്തനത്തിൽ സന്തോഷവും സങ്കടങ്ങളും പങ്കുവച്ചുകൊണ്ട് ഹൃദ്യമായ ഒരു ദാമ്പത്യം ഈ സ്നേഹഭവനത്തിൽ അവർക്ക് ഉണ്ടാകട്ടെ. നമ്മളെല്ലാവരും അവരോടൊപ്പമുണ്ട്. അതുപോലെ സ്നേഹവും സാഹോദര്യവും നിറയുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ ഈ ഭവനത്തിൽ നിലനിർത്തി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് എല്ലാവരോടും സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വിജയരാഘവൻ ചേട്ടനും സുലോചന ചേച്ചിക്കും നിറഞ്ഞ ഹൃദയത്തോടെ വിവാഹ മംഗളാശംസകൾ നേരുന്നു. കോർപ്പറേഷൻ മേയർ M വർഗീസും ദമ്പതികൾക്ക് ആശംസ നൽകി. കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അടക്കമുള്ള മറ്റ് ഉദ്യോഗസ്ഥരും പങ്കുചേർന്നു. അതെ കൈമാറും അങ്ങോട്ടാണ് കൈമാറും. അത് ഊരിയെടുക്കോ, എന്നിട്ട് ഊരിയിടോ, കുഴപ്പമില്ല. ആ ബൊക്കെ മാറ്റി വയ്ക്കോ, ആ ബൊക്കെ ഒന്ന് മേടിച്ചു പിടിക്കോ. ആ എന്നിട്ട് ആ മോതിരം വിരലിൽ പിടിച്ചിട്ട് ഇട്ട് കൊടുക്കും. സന്തോഷത്തിൻ്റെ ദിനം. നമുക്കറിയാം, ഈ സ്നേഹാലയത്തിൽ നിന്ന് ഒരു കുടുംബം ഉണ്ടാകാൻ പോകും. അതിനകത്ത് വിജയരാഘവേട്ടനും അതുപോലെ തന്നെ സുലോചനേച്ചിയും ഒരു തീരുമാനത്തിലെത്തുകയും ഇവർ രണ്ടുപേരും ഇത് ഒരു പുതിയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന സദനത്തിൽ
നമുക്കെല്ലാവർക്കും തന്നെ അത് ആഘോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. കാരണം ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ ഇത് മറ്റുള്ളവർക്ക് കൂടി പ്രചോദനമാണ്. ജീവിതത്തിനകത്ത് നമ്മൾ ഒറ്റപ്പെട്ടിട്ടില്ല. നമുക്ക് ആരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടാവുക. വാർദ്ധക്യകാലത്ത് നമുക്ക് അത്താണിയായി നിൽക്കുന്ന സ്നേഹാലയം പോലെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് നമ്മുടെ കൂട്ട് ഒരാളുണ്ടാകുന്നത് ഒരു വലിയ കാര്യമാണ്. നാളെ നമ്മളൊക്കെ എന്താകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനോ പറയാനോ സാധിക്കാത്ത ഒരു സന്ദർഭത്തിൽ ഇതുപോലെയുള്ള സന്മനസ്സുള്ളവർ ഒന്നിക്കുമ്പോൾ അതൊരു സന്തോഷമായി മാറുന്നു. ഇവരുടെ ജീവിതത്തിനകത്ത് എല്ലാവിധ സന്തോഷവും സമാധാനത്തോടും കൂടി ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചു നിർത്തുന്നു. നന്ദി. ഇത് സന്തോഷത്തിന്റെ പ്രതീകമാണ്. സ്നേഹം പങ്കിടുന്നതോടൊപ്പം മധുരം സന്തോഷം.